ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ലോങ് വീഡിയോസ് ഒന്നും ഇടാറില്ല. പിന്നെ എന്തായാലും ഇടണം പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ടാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. റിസപ്ഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. അമ്മേൻ്റെ ഏട്ടൻ്റെ അനിയൻ്റെ മോനും അനിയത്തിൻ്റെ മോളുമാണ് കേട്ടോ. രണ്ടും മുറച്ചക്കണിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മൾ റിസപ്ഷൻ പോയപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ചെറുക്കനും പെണ്ണും. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. കാണാത്തവർ പോയി കാണുക കേട്ടോ. അപ്പോൾ അതാണ്, അപ്പോൾ അതൊന്ന് ഏടാക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെക്കനും പെണ്ണൊക്കെ മുകളിൽ കയറി റിസപ്ഷന് ഫോട്ടോസൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും മുകളിൽ കയറി ഫോട്ടോസൊന്നും എടുക്കാറില്ല അങ്ങനെ കേട്ടോ, അതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അതൊന്നും എടുത്തില്ല. നമ്മൾ താഴെ ഇരുന്ന് ചെയറിലിരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മക്കളും അമ്മയും എൻ്റെ ചെറിയമ്മയും എല്ലാവരും ചേർന്നാണ് പോയത് കേട്ടോ. ഞങ്ങളുടെ അവിടെ അടുത്ത് തന്നെയാണ് കല്യാണം റിസപ്ഷൻ വെച്ചത്. അപ്പോൾ അതിന് ശേഷം ഐസ്ക്രീം ഇതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ ചോറൊക്കെ ഉണ്ട്, ബിരിയാണി ഇതൊക്കെ ഉണ്ട് ശേഷം വൈകുന്നേരമാണ്, രാത്രിയാണ് കേട്ടോ. ഈ മണ്ഡപത്തിലാണ് കല്യാണം റിസപ്ഷൻ വെച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ തിന്ന് വീഡിയോ ആഡ് ചെയ്തതാണ്. എൻ്റെ മക്കളും അനിയത്തിൻ്റെ മക്കളും ഒക്കെ ഉണ്ട്. അമ്മയും ചെറിയമ്മയും അനിയത്തിയാണ് അത്. അനിയത്തിൻ്റെ മക്കളുണ്ട്, എൻ്റെ മക്കളുണ്ട്, ഞാനും ഇടയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിൽ അമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ വെക്കേഷന് അനിയത്തിയുണ്ട്, അനിയത്തിൻ്റെ മക്കൾ ഞാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാടത്ത് പോയി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വെറുതെ വീഡിയോ എടുത്തതാണ്. അതൊക്കെ ഇടാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, പാടത്ത് നല്ല കാറ്റും ഇതുണ്ടായിരുന്നു. വൈകുന്നേരത്ത് സായനം സന്ധ്യ എന്ന് പറയല്ലോ. അപ്പോൾ അവിടെ പോയി അങ്ങനെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് വന്നു കേട്ടോ. എന്തായാലും അത്ര ചൂട്, പാലക്കാട് അത്ര ചൂടാണ്. കണ്ടില്ലേ, ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട്. ഇപ്പോൾ 40 ഡിഗ്രിക്ക് മുകളിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പാലക്കാട്ടുകാർ അനിയത്തിൻ്റെ മക്കളൊക്കെ പോയി എടുത്തതാണ് അത്. കണ്ടില്ലേ, ക്ലിപ്സുകളാണ്. പിന്നെ അതിനുശേഷം വിഷുവിൻ്റെ വീഡിയോസാണ്. ഇത് എൻ്റെ അത്താണ് കേട്ടോ, എൻ്റെ അച്ഛനാണ്. എന്താ പൂക്കുത്തിയൊക്കെ കൊളുത്തി വിഷുവിന് പടക്കങ്ങളൊക്കെ കൊളുത്തി പേരമക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന വീഡിയോസാണ് ഇനി വരുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഒരു ഭാഗ്യമാണല്ലേ. എൻ്റെ അച്ഛൻ വന്നിട്ട് പേരക്കുട്ടികൾക്ക് ഇതായി കാണിക്കണത് പടക്കങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു ഭാഗ്യമാണ്. ചിലർക്ക് ഈ ഭാഗ്യങ്ങളൊന്നും കിട്ടില്ല. എന്തോ എൻ്റെ അത്താന് അള്ളാഹു ആയുസ് കൊടുക്കട്ടെ, ആരോഗ്യ ആഫിയത്ത് കൊടുക്കട്ടെ എൻ്റെ അത്താന്. എല്ലാവരും ദുആ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വീഡിയോസൊക്കെ ആഡ് ചെയ്തതാണ് കേട്ടോ. കണ്ടില്ലേ, ഇരുട്ടായിട്ടാണ് കാണുന്നത്. പടക്കം പൊട്ടുന്നുണ്ട്, എന്തോ ലക്ഷ്മി കൂട്ട എന്തൊക്കെയാണ്. മക്കളൊക്കെ ചേർന്നൊക്കെ പൊട്ടിക്കുകയാണ്. കണ്ടില്ല, അടുത്തത് ഒരു പൂക്കുത്തിയാണ് വെക്കുന്നത് വിചാരിക്കുന്നു. പൂക്കുത്തി കൊളുത്തിയിട്ട് നോക്കുമ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ ആഹ്ലാദത്തിലൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. നല്ലൊരു ആഹ്ലാദത്തിലൊക്കെ ഒക്കെ വെച്ച് ഇതായിട്ടുണ്ട്. പിന്നെ കുറേ പടക്കങ്ങളൊക്കെ പൊട്ടി ഇതുകൊണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷു അടിപൊളിയായി കേട്ടോ. നിങ്ങളെല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചില്ലേ? എല്ലാം സേഫായി ആഘോഷിച്ചല്ലോ അല്ലേ? അപ്പോൾ പാലക്കാട് നല്ല ചൂടാണ്. അപ്പോൾ എല്ലാവരും നല്ല വെള്ളം കുടിക്കുക, വെയിലത്തൊന്നും വെളിയിൽ പോകരുത്. അതുകൊണ്ടില്ലേ, പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ആ വീഡിയോസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെന്താണ്, ഇതൊക്കെയാണ് വിഷു വിശേഷങ്ങൾ. കണിയൊക്കെ കാണുമോ നിങ്ങളൊക്കെ? നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് കണിയൊന്നും കാണില്ല. പക്ഷേ കൈനീട്ടമൊക്കെ അടുത്തുള്ളവരൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ചെറുതിലൊക്കെ ഇരിക്കുമ്പോൾ കണി വയ്ക്കും, രാവിലെ എണീച്ച് കണി കാണും, പൈസയൊക്കെ എല്ലാം കൈനീട്ടം കിട്ടും, മുസ്ലിങ്ങളും കൈനീട്ടമൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല അല്ലേ? ഓക്കെ ഗൈസ്, ഇത്രയും